വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് സരോജിനി മാർക്കറ്റ്, ഡൽഹി സരോജിനി മാർക്കറ്റ് എന്ന് വാങ്ങിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ സരോജിനി മാർക്കറ്റ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു വൺ ഓഫ് ദ പ്ലേസ് ആയിരുന്നു. അപ്പം കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോകും. അത്രമാത്രം പ്രത്യേകിച്ച് ഗേൾസിന് ഇഷ്ടമാതിരി സാധനമുണ്ട്. ബോയ്സിന് ഇല്ല എന്നല്ല, പക്ഷെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ് ഗൈസ്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ്. ഇത് ഒരു ഫുൾ സ്കേർട്ടാണ്, പിൻട്രസ്റ്റി സ്കേർട്ട്. ആ റെഡ് കളർ ഹാർട്ട്സ് ഒക്കെ വന്നിട്ട് ഇതിന്റെ കൂടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ റെഡ് കളർ ഒരു ഹാർട്ട് കൈൻഡ് ഓഫ് ടോപ്പ് ഒക്കെ വെച്ച സ്റ്റൈൽ ഇത് അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പം ഈ സ്കേർട്ടിന് വെറും 200 rupees ആയിട്ടേ ഉള്ളൂ. അപ്പം അയാള് അവിടുത്തെ മെയിൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇപ്പൊ ഇവിടെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാർഗെയിനിങ് ഓപ്ഷൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അവര് കുറച്ചൊക്കെ അത്രമാത്രം ഭയങ്കര നമുക്ക് കുറച്ച് കിട്ടുമൊന്നും ഇല്ല. ഇപ്പൊ ഈ സ്കേർട്ടൊക്കെ അവർ ഇവിടെ ഒരു 450 600 ഒക്കെ വാങ്ങിക്കുമായിരിക്കും. മേ ബി 600 പറയും, ഒരു 450 ഒക്കെ തരുമായിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല ഗൈസ്, ഡൽഹിയിൽ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന പൈസയാണ് ലാസ്റ്റ് അവർ തരും. ഇപ്പൊ 50 രൂപ എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനും തരും ഗൈസ്. പിന്നെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ഡ്രസ്സാണ്. ഇതും ഒരു ഫുൾ ഡ്രസ്സാണ്. ബാക്കിൽ കണ്ടോ ഗൈസ്, ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് കെട്ടാം. ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഡ്രസ്സ്, ഫുൾ ഫ്രോക്കാണ് ഗൈസ്. അപ്പം ഇത് വാങ്ങിച്ചേക്കുന്ന ഗൈസ് വെറും 150 rupees വാങ്ങിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമൽ പാൻസ് ആണ്. ഇത് നമ്മൾ ലൂസ് ഫിറ്റ് ഒരു കൊറിയൻ സ്റ്റൈൽ ഫോർമൽ പാൻസ്. ഇത് 100 rupees വാങ്ങിച്ചേക്കുന്നത്. അവിടെ ഇഷ്ടംമാതിരി സാധനം 100 രൂപയ്ക്ക് ഉണ്ട്. ഞാൻ ഇഷ്ടംമാതിരി ടോപ്പുകൾ 50 രൂപ 80 രൂപയ്ക്കൊക്കെ ഉണ്ട്. ഇനി ഞാൻ 80 രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാര്യം കാണിച്ചാൽ ഒരു ടാങ്ക് ടോപ്പ് ഗൈസ്. 80 രൂപയ്ക്ക് വാങ്ങിച്ച നല്ലൊരു കളർ, നല്ലൊരു എസ്തെറ്റിക് കൈൻഡ് ഓഫ് കളറുള്ള ഈ ഒരു ടാങ്ക് ടോപ്പ് വാങ്ങിച്ചു ഗൈസ്. ഇത് 80 rupees വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഈ ഷ്രഗ് വാങ്ങിച്ചിരിക്കുന്ന ഈ സ്വെറ്റ് ഷർട്ട് അല്ല, ഇത് എന്തുവാ, ഓക്കെ എനിവേ ഈ സാധനം വാങ്ങിച്ചേക്കുന്ന ഗൈസ് ഞാൻ 130 rupees വാങ്ങിച്ചേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിട്ടോ. പിന്നെ ഇത് യൂസ്ഡ് ഒന്നും അല്ല. അവിടെ ചില സാധനങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത സാധനങ്ങൾ അവിടെ വിൽക്കുന്നില്ല എന്നല്ല, പക്ഷെ ഇത് യൂസ്ഡ് അല്ല ഗൈസ്, ഇത് ഫ്രഷ് ആണ്. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഫ്രഷ് ആണ്. അപ്പോൾ 130 rupees ഇത്രയും കട്ടിയുള്ള മെറ്റീരിയൽ, ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഡൽഹിയുടെ ക്ലൈമറ്റ് തണുപ്പാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി അവിടെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ഇത്രയും പൈസ കുറവിന് കിട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്ന ഓർണമെന്റ്സിൽ ഈ ഒരു സാധനം ഇപ്പൊ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല രസമാണ് ഗൈസ്. ഇതിങ്ങനെ കയ്യിലിടാനും എനിക്ക് ഈ സാധനം ഇങ്ങനെ ഇട്ട് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഗൈസ് ഈ സാധനം. ഓക്കെ, അപ്പൊ ഈ സാധനം വാങ്ങിച്ചു. പിന്നെ ഓക്കെ, ഇതിന് എത്ര രൂപയായത്? 150 അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ ഇടയിൽ എന്തോ ആണ് എന്തായാലും ഗൈസ്. പിന്നെ ഇത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പോകുമ്പം ഒരു ചേച്ചി ഇങ്ങനെ നമ്മൾ വിൽക്കുന്ന ചേച്ചിമാരുണ്ട്, അവരിങ്ങനെ നടന്ന് വിൽക്കുന്നത്, അവർ ബാക്കിൽ വന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. അവർ ആദ്യം എത്ര 200 എന്തോ പറഞ്ഞ് ലാസ്റ്റ് 150 തോന്നുന്നു, അങ്ങനെ എന്തോ. പിന്നെ ഗൈസ് ഈ കമ്മല്, ഇത് വെറും 30 rupees വാങ്ങിച്ച കമ്മലാണ് ഗൈസ്. നല്ല പീകോക്ക് കളറായിട്ട് ആ ഒരു പീകോക്ക് ഷെയ്ഡ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മല്. ഒരു ഇഷ്ടമായ കമ്മലിൻ്റെ ഗൈസ് 30 rupees. ഒന്നാമത് സമയം കിട്ടിയില്ല എനിക്ക് ഫുൾ അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഈ ഒരു നല്ലൊരു നെക്ക് പീസ്, അടിപൊളി ഗൈസ്. ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. ഇപ്പം എൻ്റെ കറന്റ് ഫേവറേറ്റ് മാല ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ലത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ്, കളർ പോവില്ല ഗൈസ്. ഇത് ഒരു കോമഡി ഉണ്ടായി. ഇത് ഈ പീസസ് ഒക്കെ എന്താണ്, അവിടെ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ നിലത്ത് ഇരുന്ന് വിൽക്കുന്ന കുറെ ആൾക്കാർ സെയിം പീസസ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കണ്ട ആൾ ആദ്യം 350 പറഞ്ഞു. അപ്പൊ 350 പറഞ്ഞു. ഞാൻ പറഞ്ഞു 200 താന്ന് പറഞ്ഞു ഉറപ്പിച്ചാണ്. അയാളെ സോപ്പൊക്കെ 200 ആയിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് 200 കിട്ടിയെന്ന് പറഞ്ഞു വരുമായിരുന്നു. അപ്പൊ സെയിം സാധനം കുറച്ച് അപ്പുറത്ത് വേറൊരു മാമന്റെ കേക്കുണ്ട്. ആളെടുത്ത് ചോദിച്ചപ്പോ എത്ര പൈസ എന്ന് ചോദിച്ചപ്പോൾ അയാൾ 200 പറഞ്ഞു. അപ്പൊ ആളെടുത്ത് ബാർഗെയിൻ ചെയ്തതിന് അതൊരു 100 അല്ലെങ്കിൽ 150 ഒക്കെ കിട്ടുമായിരുന്നു ഗൈസ്. അപ്പം അതാണ് നമ്മളെ ബാർഗെയിനിങ് പവർ അനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ 1000 രൂപയ്ക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു ഗൈസ്. പിന്നെ ഇനി വേറെ ഒരു ഹൈലൈറ്റ്സ് ആണ് ഉണ്ട് കാണിച്ചു തരാൻ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഹൈലൈറ്റ്സ് ആണ്. ഈ ട്രെൻഡ് കോട്ട്, ഇത് ഗൈസ് വെറും 150 ആണോ 200 ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതെന്തായാലും വാങ്ങിച്ചതാ. അതിനെന്തായാലും ഈ സാധനം കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഗൈസ്. ഇത് എനിക്ക് വാങ്ങിച്ചതല്ല, ഇത് എന്നോട് റുബീന പറഞ്ഞതാണ് വാങ്ങിക്കാൻ. അവൾ ഇതൊക്കെ ഇട്ട് ഇവിടെ നടക്കുമെന്ന് എനിക്ക് കാണുന്നുണ്ടായാലും. അപ്പം ഈ സാധനം വാങ്ങിച്ചു. അപ്പൊ ടോട്ടൽ ഗൈസ് ഇത്രയും സാധനമാണ് ഞാൻ സരോജിനി മാർക്കറ്റിൽ വാങ്ങിച്ചത്. ഈ സമയം ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കുക ഗൈസ്. ഇപ്പൊ ഇത്രയും സാധനം തന്നെ അവിടെ നിന്ന് അവരിങ്ങനെ കുറെ കവേഴ്സ് ഒക്കെ വിൽക്കുന്നുണ്ടാവും.
ബാഗ് അതിൽ തന്നെ ഇത്രയും സാധനങ്ങൾ നിറഞ്ഞായിരുന്നു ഗൈസ്. അപ്പൊ ഓരോരുത്തരുടെ കയ്യിൽ 3-4 അങ്ങനത്തെ വലിയ വലിയ ബാഗുകൾ ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ലൈക്ക് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഷോപ്പ് ചെയ്യണമെന്നാണെങ്കിൽ സരോജിനി മാർക്കറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗൈസ്. എല്ലാ സാധനവും ഉണ്ട് അവിടെ, എല്ലാ കൈൻഡ് ഓഫ് സാധനം ഉണ്ട്. പിന്നെ എത്നിക് വെയർസ് അത്ര അധികം ഇല്ല. എത്നിക് വെയർസ് വേണമെങ്കിൽ വേറെ ഒരു ലജ്പത് നഗർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെയൊക്കെ പോകണം ഗൈസ്. അവിടെ ഉണ്ട്. ഞാൻ ലൈക്ക് യൂട്യൂബ് ഷോർട്സിൽ ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ട്, ഒരു സൽവാർ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ലൈറ്റ് ഒരു പച്ച കളർ, പച്ചയാണോ മഞ്ഞയാണോ പറയുമ്പോഴേക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളർ, അത് അവിടെ നിന്ന് വാങ്ങിച്ചത് ഗൈസ്. അവിടെ നല്ല ഡിഫറെന്റ് ലൈക്ക് നല്ല വെറൈറ്റി കൈൻഡ് ഓഫ് കളക്ഷൻസ് ഉണ്ട്, സൽവാർ സെറ്റും പിന്നെ സാരീസും ഒക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.